നിലമ്പൂർ എം.എൽ.എ PV അൻവറിനെ DMK-യിൽ എടുക്കാൻ സാധ്യതയില്ലെന്ന DMK വക്താവ് TKS ഇളങ്കോവിന്റെ പ്രസ്താവനയോട് പ്രതികരിച്ച് അൻവറിന്റെ സഹപ്രവർത്തകൻ EA സുഗു. ഇളങ്കോവനല്ല DMK-യുടെ അവസാന വാക്കെന്ന് സുഗു പറഞ്ഞു. DMK-യിൽ ചേരണമെന്നല്ല അൻവറിന്റെ ആവശ്യമെന്നും DMK-യുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്നും സുഗു വിശദീകരിച്ചു. നല്ല തീരുമാനം തന്നെ സ്റ്റാലിൻ എടുക്കുമെന്ന് തങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെന്നും സുഗു പറഞ്ഞു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് KT ജലീൽ MLA നടത്തിയ വിവാദ പരാമർശത്തിൽ വിമർശനം കടുക്കുന്നു. ജലീലിന്റെ പ്രസ്താവന ദുരുദ്ദേശപരമാണെന്ന് SYS നേതാവ് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു. മതപണ്ഡിതന്മാരെ അനാവശ്യമായി വലിച്ചിഴയ്ക്കുകയാണ് ജലീൽ പിണറായിയുടെ ഉപകരണമാണെന്നും നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൽ തന്റെ വാക്കുകൾ വളച്ചൊടിക്കുന്നുവെന്ന് KT ജലീൽ MLA. വളരെ സതുപദേശപരമായി താൻ നടത്തിയ പ്രസ്താവനയെ വളരെ വികൃതമായിട്ടാണ് PMA സലാം പറഞ്ഞത്. താൻ മലപ്പുറം വിരുദ്ധത പറഞ്ഞു എന്ന നിലയിൽ വരുത്തി തീർത്തുവെന്നും ഇതിനെ ചൊല്ലി സൈബർ ഇടങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്നുവെന്നും KT ജലീൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ UDF സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ കടുത്ത എതിർപ്പുമായി പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ. രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ സംസ്ഥാന നേതൃത്വത്തെ പ്രതിഷേധം അറിയിച്ചു. പാലക്കാട് CPM വോട്ടുകൾ ലഭിക്കുന്നയാളെ സ്ഥാനാർത്ഥിയാക്കണമെന്നും നിരന്തരം CPM-നെ അധിക്ഷേപിക്കുന്ന രാഹുൽ മത്സരിച്ചാൽ തിരിച്ചടിയാകുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. പാലക്കാട്ടെ മണ്ണിൽ രാഹുൽ അൺഫിറ്റ് ആണെന്നും K മുരളീധരനെ മത്സരിപ്പിക്കണമെന്നുമാണ് ആവശ്യം. ശബരിമല ക്ഷേത്രത്തിലേക്ക് ഭക്തരെ പ്രവേശിപ്പിക്കുന്നത് പൂർണ്ണമായും ഓൺലൈൻ ആക്കുന്നതിന് പകരം 10% പേരെ നേരിട്ട് കടത്തിവിടണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ പല കാരണങ്ങൾ കൊണ്ടും കഴിയാത്ത ഭക്തരെ ക്യൂ വഴി പ്രവേശിപ്പിക്കണം. പരിചയസമ്പന്നരും മിടുക്കരുമായ പോലീസ് ഉദ്യോഗസ്ഥരെ ക്രൗഡ് മാനേജ്മെന്റിനായി നിയോഗിക്കുകയാണ് വേണ്ടതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഈ വർഷത്തെ വയലാർ അവാർഡ് അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവിന്. 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ നിർമ്മിച്ച ശില്പവുമാണ് അവാർഡ്. മലയാളത്തിലെ രാഷ്ട്രീയ നോവലുകളുടെ ഗണത്തിൽപ്പെടുന്നതാണ് കൃതി. മഹാപ്രളയത്തിൽ തകർന്ന ഒരു ഗ്രാമത്തെ പശ്ചാത്തലമാക്കിയുള്ള ജീവിതാപഗ്രഥനവും നവോത്ഥാനവും ദേശീയ പ്രസ്ഥാനവും പശ്ചാത്തലമാക്കിയുള്ളതാണ് കാട്ടൂർ കടവ്. വയലാർ രാമവർമ്മ ട്രസ്റ്റ് പ്രസിഡന്റ് പെരുമ്പടവം ശ്രീധരനാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. 1977 മുതൽ സാഹിത്യ മേഖലയിലെ മികച്ച കൃതിക്ക് നൽകി വരുന്ന വയലാർ അവാർഡിൽ 48ാമത്തെ പുരസ്കാര പ്രഖ്യാപനമാണിത്. സാഹിത്യകാരൻ MD വാസുദേവൻ നായരുടെ വീട്ടിലെ മോഷണക്കേസിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചതായി പോലീസ്. രാവിലെ പ്രതികളെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. മോഷ്ടിച്ച സ്വർണം കോഴിക്കോട്ടെ വിവിധ കടകളിൽ വിൽപ്പന നടത്തിയെന്നും പ്രതികൾ പോലീസിന് മൊഴി നൽകി. പ്രതികളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. വീട്ടിലെ പാചകക്കാരിയായ കരുവശ്ശേരി സ്വദേശി ശാന്ത, ബന്ധു പ്രകാശൻ എന്നിവരാണ് പ്രതികൾ. 26 പവന്റെ സ്വർണങ്ങളാണ് MDയുടെ വീട്ടിൽ നിന്നും കഴിഞ്ഞയാഴ്ച മോഷണം പോകുന്നത്. ADGP MR അജിത് കുമാറിന്റെ കുടുംബക്ഷേത്രമായ മണക്കാട് മുത്താരിയമ്മൻ കോവിലിൽ നിന്ന് 3 പവൻ മോഷണം പോയ സംഭവത്തിൽ പൂജാരിയെ ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. പൂജാരി അരുണാണ് അറസ്റ്റിലായത്. 3 പവന്റെ മാല, 1 ജോഡി കമ്മൽ, ചന്ദ്രക്കല എന്നിവയാണ് മോഷണം പോയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പൂന്തുറയിലെ ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷണം പോയ കേസിൽ ഇയാളെ കസ്റ്റഡിയിലെടുത്തത് വിവാദമായിരുന്നു. തൃശൂരിലെ ATM കവർച്ചയിൽ പോലീസിനോട് കുറ്റം സമ്മതിച്ച പ്രതികൾ. തൃശൂർ ഈസ്റ്റ് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതികളുടെ കുറ്റസമ്മത മൊഴി. കവർച്ചയ്ക്കെത്തിയ കാർ കോയമ്പത്തൂരിൽ വെച്ച് കണ്ടെയ്നർ ലോറിയിൽ കയറ്റിയെന്നും 26-ന് കേരളത്തിലേക്ക് എത്തിയെന്നും പ്രതികൾ പോലീസിനോട് പറഞ്ഞു. കൊള്ള മുതൽ പലപ്പോഴും റമ്മി കളിച്ചു കളഞ്ഞെന്നും പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ റമ്മി കളിച്ച് പണം കളഞ്ഞെന്നും പ്രതികളുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല. ജമ്മു കാശ്മീരിൽ BJP-യുമായി സഹകരിക്കില്ലെന്ന് നാഷണൽ കോൺഫറൻസ്. BJP-യുമായി ചേരുന്നതിനേക്കാൾ പ്രതിപക്ഷത്തിരിക്കുമെന്ന് ഒമർ അബ്ദുള്ള. BJP-യോട് സഹകരണമില്ലെന്ന് സൂചിപ്പിച്ച് PDP-യും രംഗത്തെത്തി. 5 MLA-മാരെ ലഫ്റ്റനന്റ് ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാമെന്ന വ്യവസ്ഥ അട്ടിമറിക്ക് ഇടയാക്കുമെന്നും PDP പ്രതികരിച്ചു. ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിന്റെ 1ാം വാർഷികം ദിനമായ നാളെ പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്ന കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്ക. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് നാളെ ഇസ്രായേൽ തിരിച്ചടി നൽകുമെന്ന അഭ്യൂഹം ശക്തമാണ്. ഇറാന്റെ എണ്ണക്കിണറുകളും ആണവോർജ്ജ നിലയങ്ങളും ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ പറയുന്നു. ഇസ്രായേലിലേക്ക് നാളെ കൂടുതൽ ആക്രമണത്തിന് ഹിസ്ബുള്ളയും ഇറാന്റെ നിഴൽ സംഘവും ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളും ഉണ്ട്. 2020 വനിതാ ലോകകപ്പിലെ 2ാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ടോസ് നേടിയ പാകിസ്ഥാൻ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ആദ്യ മത്സരത്തിൽ ന്യൂസിലാൻഡിനോട് കനത്ത തോൽവി ഏറ്റുവാങ്ങിയ ഇന്ത്യക്ക് സെമി ഫൈനൽ സാധ്യത നിലനിർത്താൻ ജയം അനിവാര്യമാണ്. ഒരു മാറ്റവുമായാണ് അയൽക്കാർക്കെതിരെ ഹർമൻപ്രീത് കൗറും സംഘവും കളത്തിലിറങ്ങുന്നത്.